ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് കാട എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നല്ല അടിപൊളി നാടൻ കാട ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്റെ പൊന്നോ ചെണ്ണ വീഴല്. കാടക്കോഴിയുടെ നമ്മുടെ ലെഗ് പീസ് കേട്ടോ. കഷ്ടമുണ്ട് കൊച്ചു കാടി. കൊച്ചു കാലെന്ന് പറഞ്ഞിട്ട് തലക്കുക. കേടിങ്കമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ അങ്ങോട്ട് പറഞ്ഞു ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അടിപൊളി നല്ല നാടൻ കാട ഫ്രൈ ഉണ്ടാക്കി തിന്നാൻ വേണ്ടി പോവാണ്. അതെ 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 കാട നല്ലൊരു സാധനമാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ കുറച്ച് കാട എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല അടിപൊളി മസാലയൊക്കെ കൂട്ടി നല്ല അടിപൊളി കാട ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോകണല്ലേടാ. അപ്പൊ ഞങ്ങൾ എപ്പോഴും വരുന്ന പോലെ തന്നെ നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഞങ്ങളുടെ പുലു പാടശേഖരത്തിന്റെ സൈഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. അതെ എല്ലാം വളർന്നിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ പമ്പയോട്ടത്തിന് പോയിക്കുവാണ്. അതുകൊണ്ട് അച്ഛനില്ല. രേഷു അമ്മയൊക്കെ വീട്ടിലുണ്ട്. പിള്ളേരെല്ലാവരും സ്കൂളിൽ പോയിട്ട് പരീക്ഷ ആയതുകൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവന്മാർ അവിടെ ഫുട്ബോൾ കളിയും പരിപാടിയൊക്കെയാണ്. അവന്മാർ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഞങ്ങൾ എന്തായാലും അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. തോടെല്ലാം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി മീനൊക്കെ ഉണ്ട്. അപ്പം തോട് പറ്റിച്ച് മീൻ പിടിക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. തോട് പറ്റിക്കുന്നതിനെ കുറിച്ച് ഒരു 100 കമന്റ് വരുവാണെങ്കിൽ നമ്മൾ ഇത് മൊത്തം മീനെ പിടിക്കുന്നതായിരിക്കും അല്ലേ. എന്തൊക്കെ മീനുണ്ട് ഇത്? നല്ല സിലോപ്പി ഉണ്ട്, ആറ്റുവാളയുണ്ട്. കഴിഞ്ഞ കൊണ്ട് നമ്മൾ വീശിയപ്പോഴത്തേനും കണ്ടില്ലായിരുന്നു നിങ്ങള്. അപ്പൊ സിലോപ്പിയുണ്ട്, ആറ്റുവാളയുണ്ട്, കല്ലാമുട്ടിയുണ്ട്, കാരിയുണ്ട്, വരാലുണ്ട്. എല്ലാ മീനും ഉണ്ടല്ലോ അല്ലേ. എല്ലാ മീനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാടം എല്ലാം നേണ്ട കൊയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊയ്ത്തുത്സവം വരാറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാടം കൊയ്ത് കഴിയുമ്പോൾ തന്നെ ഇനി ചുമടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ചുമടിനൊക്കെ പോകുന്നതാണ്. നമ്മൾ ഇതേവരെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അടിപൊളി ചുമട് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നല്ല വെയിലാണ്. നല്ല സൂര്യൻ ഇപ്പൊ അസ്തമിക്കാറായ സമയമാണ്. അതുകൊണ്ട് ഒടുക്കത്തെ വെയിലടിക്കുന്നുണ്ട്. അതെ ഒടുക്കത്തെ വെയിലടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാം വീഡിയോ ചെയ്ത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. അടിപൊളി നാടൻ കാട ഫ്രൈ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ അപ്പൊ വാ എന്താ സെറ്റ് ബാക്കി എന്താ നമ്മള് അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല കാട ഫ്രൈ, നാടൻ കാട. നിങ്ങളിത് കാണുമ്പോഴത്തേ ഒന്നും വിചാരിക്കരുത്. ഇത് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വിനാഗിരി എല്ലാം കൂടെ ഒഴിച്ച് അതിനകത്ത് മുക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്തിനാണ് അങ്ങനെ മുക്കി വെക്കുന്നത്? അങ്ങനെ മുക്കി വെക്കുന്ന പറയുമ്പോഴത്തേന് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേന് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ നല്ല അടിപൊളി നാടൻ കാടകൾ കേട്ടോ. അപ്പൊ കടയിൽ നിന്ന് ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്തോണ്ട് വന്നതാണ്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്തോ? ഇതിനി നമുക്ക് ഇനി മസാല കൂട്ടി നമുക്ക് സെറ്റ് ആക്കി വെക്കണം. അതെ കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം നമുക്ക്. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ചെറിയൊരു പോസ്റ്റ് കിട്ടി കേട്ടോ. അല്ലേണോ? നമ്മള് അതെ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നപ്പോഴത്തേനും നമ്മളവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ മസാല കലക്കാനും പിന്നെ നമുക്ക് കൈ കഴുകാനും ആവശ്യമായിട്ടുള്ള കുടിക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കാൻ മറന്നുപോയി. അപ്പോഴാണെങ്കിൽ നമ്മളിനി ഇവിടെ നടന്നങ്ങ് ചെല്ലുമ്പോൾ ഒരു സമയമാവും. പിന്നെ നമുക്ക് വണ്ടി പിന്നെ ഓടിക്കാനായിട്ട് ഓടിച്ചോണ്ട് പോകണം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകാനായിട്ട് സർക്കസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പറ്റണം അല്ലേണോ? വരുന്നുണ്ട് കാണിച്ചോളൂ. വെള്ളം എടുക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പറ്റുന്നുണ്ട്. പുള്ളി ഒരു എന്ത് പറയുന്നത്, പണ്ട് ജെമിനി സർക്കസിലായിരുന്നു പുള്ളി. പതുക്കെ എന്തൊക്കെ നാശം ഈ പയ്യൻ ചെയ്യുന്നു. എന്റെ പിള്ള ഇവൻ എന്തോ കഴിവല്ലേ. ജെമിനി സർക്കസ് വിടുന്നത് കഴിഞ്ഞു. നേരത്തെ 2016 മരണക്കടലിനകത്ത് വെള്ളം കോരി നാളായിരുന്നു. വെള്ളം എടുക്കാൻ മറന്നു. വെള്ളം എടുക്കാൻ പിന്നെ പെട്ടെന്ന് വീട് പറഞ്ഞു. ഗൈസ് അപ്പൊ നമ്മുടെ കാടയെ നല്ല മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് ഒരുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം തന്നെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി അങ്ങോട്ട് എടുത്തിട്ട് ഒരു ചപ്പിളിച്ച് വിടാം. അതെ നമ്മുടെ കാടക്കുട്ടന്മാരിരിക്കുന്നുണ്ടോ, നല്ല മസാലക്കകത്തോട്ട് കീറാൻ വേണ്ടി ഉള്ളവന്മാരാണ്. അതെ അതിനുശേഷം നല്ല കാശ്മീരി മുളക് പൊടി. അതെ നോട്ടീസിൽ പൊതിഞ്ഞത് കളറിന് വേണ്ടി. കളറിന് വേണ്ടി. ഗൈസ് അപ്പൊ നമ്മൾ അടുത്ത് നല്ല ആച്ചിയുടെ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. 10 രൂപയുടെ നമ്മുടെ വീട്ടിലെ കുരുമുളക് മൊത്തം തീർന്നു കേട്ടോ. പക്ഷെ അതിനിടയ്ക്ക് ആരാണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പാട്ട കുരുമുളക് ആരാണ്ട് കൊണ്ടുപോയി. അണ്ണന്റെ രേഷുവിന്റെ വളകാപ്പിന്റെ ആരാണ്ട് പൊക്കിയിട്ടുണ്ടല്ലേ. അതാ കഴിഞ്ഞ വീടിക്കത്തെ അമ്മ പറഞ്ഞത് കാണുന്നിരുന്നത്. അത് നമ്മുടെ ഗരം മസാല കേട്ടോ. 10-ന്റെ 2 20 രൂപ കേട്ടോ. ഇത്
കാഞ്ചന 2 ആണ് ഗരം മസാല. കൊട്ടിക്ക് 6 കിലോ ആയിക്കോട്ടെ, ഗരം മസാലയുടെ മണം വന്നാൽ മതി. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മളെ അപ്പക്കൊച്ചാണ്ടാണ് മേടിച്ച. അപ്പക്കൊച്ചാണ്ടിനെ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്തോണ്ടിരിക്കുവാണ്. നല്ല സാധനം കൊടുക്കുന്നുള്ളൂ അവിടെ. ഇതിന് ലിങ്ക് വേണ്ട താഴെ. ഗരം മസാലയല്ലേ മല്ലിപ്പൊടി പോലെ ഇരിക്കുന്നു. അതാ എനിക്കൊന്നും അവിടുത്തെ ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ ചെറിയൊരു നാരങ്ങകൾ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുവാണ്. നീരില്ലാത്ത നാരങ്ങയാണ്. നമ്മൾ ഇന്ന് വെട്ടാനായിട്ട് എടുത്ത നമ്മുടെ പിച്ചാത്തി എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. ഈ പിച്ചാത്തി നല്ലൊരു പിച്ചാത്തിയാണ്. ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് എന്ന് പറഞ്ഞ കമന്റ് കേട്ടോ. നല്ല പച്ച മീനൊക്കെ വെട്ടിയെടുക്കുക. അതെ. അപ്പോൾ നല്ല പൊറോട്ട കവറി പോയി നല്ല ഉപ്പുണ്ട്. ഉപ്പ് ഇത്രയും വെച്ച് കൊടുക്കാം. പിന്നെ ഇനി ആവശ്യം കൊണ്ട് എടുക്കാം. അതിന് നമ്മൾ ഇങ്ങനെ ഒരു കുഴി അങ്ങോട്ട് കുഴിക്കണം. അത് ആദ്യമേ നമ്മൾ കുറച്ചൊരു ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇച്ചിരി എക്സ്ട്രാ കെയറിൻ്റെ കുറച്ച് വെള്ളം, എക്സ്ട്രാ കെയറിന്റെ കുപ്പിക്കത് കെൻറ്റി നിർത്ത വെള്ളം. നാളെ അവർ കാണുവാണെങ്കിൽ നമുക്ക് പൈസ പറഞ്ഞാണ്, പ്രമോഷൻ ഒന്നുമില്ല. ഒരു 50 കുപ്പി വെള്ളം നമുക്ക് ഇറക്കി തരണം. എക്സ്ട്രാ കെയർ കേട്ടോ. പാക്കറ്റ് ഡ്രിങ്കിങ് വാട്ടർ. ഇനി നമുക്ക് ഈ മസാല അങ്ങോട്ട് മെല്ലെ മെല്ലെ അങ്ങോട്ട് കുഴച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ മസാല ഇതാണ് അങ്ങോട്ട് നല്ല വെണ്ണ പരുവായിട്ടുണ്ട്. നോക്ക്, നമുക്ക് വേണ്ട ഓരോ കാട എടുത്തിട്ട് അങ്ങോട്ട് നമുക്കങ്ങോട്ട് മിക്സ് ആക്കി തണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇങ്ങനെ അങ്ങോട്ട് ഒരു കാട അങ്ങോട്ട് എടുക്കുക. മസാല അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക, നല്ല അടിപൊളിയായിട്ടെ. ഇതിപ്പോൾ നമ്മൾ വേണ്ട മസാല അങ്ങോട്ട് വേണ്ട നമ്മളെ കാട അങ്ങോട്ട് കിടത്തി അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുറം സൈഡ്, ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ട് സൈഡ് അത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് മാറ്റി അങ്ങോട്ട് ഇടുക. ഗൈസ്, അപ്പോൾ നമ്മുടെ കാടയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവനാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, നമുക്ക് ബാക്കി നമുക്ക് തീയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഫയർ ഷോയ്ക്കുള്ള പരിപാടി നോക്കാം അല്ലേ? അപ്പോൾ നമ്മളെ കാടക്കുട്ടന്മാരെ തന്നെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മസാല പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും തീയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഏത് ഫുഡിൻ്റെ വീഡിയോ ഇട്ടാലും വരുന്നൊരു കമൻറ്റ് ആണ്, വർക്കൗട്ട് ചെയ്ത് ദേഹമൊക്കെ ഒന്ന് അനക്കല്ലേ, വണ്ണം കുറയ്ക്ക്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികകാലം കാണത്തില്ല ഇല്ലടാ, ചത്തു പോകുന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഇങ്ങനത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അല്ലടാ. നിങ്ങളെല്ലാവരും കഴിക്കുന്ന പോലൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും ബീഫ് കഴിക്കും, ചിക്കൻ കഴിക്കും, എല്ലാം കഴിക്കും അല്ലേ? ഗൈസ്, എന്തായാലും നമ്മൾ ചാകും. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് വേണം ചാൻ. അതെ, എല്ലാം ആസ്വദിച്ചിട്ട് വേണം ചാൻ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. 2 മാസമൊക്കെ കൂടുമ്പോഴത്തേന് ഞങ്ങൾ എല്ലാ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട, ഞങ്ങളെല്ലാവരും ഓക്കെ ആണല്ലേ? എടാ ഡബിൾ ഓക്കെ ആണ്. അപ്പോൾ അതൊന്നും ഓർത്താരും വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളുടെ കാര്യം ഓർത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ വെച്ച് കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ലൈഫെല്ലാം അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോട്ടല്ലേ? പിന്നെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് പാരമ്പര്യമായിട്ടുള്ള വണ്ണമാണ്. അതെ. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഇപ്പോൾ ഒന്നും കഴിച്ചില്ല, ആ കറക്റ്റ് ടൈം പച്ചവെള്ളം കുടിച്ചാൽ മതി, അത് കയറി പിടിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ തീയും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ തീ ഇട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊതിക്കൊടുക്കുകയോ കാറ്റടിച്ചു കൊടുക്കുകയോ ഒന്നും വേണ്ട, കത്തി അങ്ങ് തന്നെ കത്തിക്കോളും. സെൻട്രൽ എയർ ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നല്ലോണം ചൂടായിട്ടിരിക്കുവാണ്. അപ്പോൾ നല്ല നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചെടുത്തു. പോട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇറക്കി അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് അങ്ങോട്ട് നല്ല മസാല പിടിച്ചൊരു കാട അങ്ങോട്ട്. ഓ എന്റെ പൊന്നോ, ഒന്നും ഇട്ട് കൊടുക്കാം. നല്ല ഗൈസ്, അപ്പോൾ നമ്മുടെ കാടയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തല്ലേ? അതെ, ഒരു രക്ഷയില്ലല്ലേ? കൊള്ളാം, നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മളൊരു കാര്യം കൂടെ മറന്നിരിക്കും. എന്തോ? ഇത് വെക്കാൻ വേണ്ടി ഒരു പാത്രം നമ്മളല്ലേ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യടാ ഗൈസ്. അപ്പോൾ ഒരു പാത്രം വേണമായിരുന്നു. പെട്ടെന്ന് നമ്മൾ വന്നോണ്ട് നടന്നില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തോണ്ട് വന്നതാണ്. ഇനി എനിക്ക് ഈ മരണക്കിണറിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ. ഗൈസ്, അപ്പോൾ തോട് പറ്റിച്ച് മീൻ പിടിക്കുന്ന വ്ളോഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് കേട്ടോ. ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മീനെ പിടിച്ച് കാണിക്കുന്നതാണ്. ഇത് മീനുണ്ട് കേട്ടോ.
ഇവിടെ നമ്മുടെ ഭായിമാരൊക്കെ വരും. ഭായിമാരൊക്കെ നേരത്തെ വന്ന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എന്തായാലും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, പോടാ. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട വാഴയിലൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ കാട വേണ്ട ഇപ്പം സെറ്റായി കാണും. അവിടെ പോയിട്ട് നമുക്ക് കോരി ഇതിലോട്ട് മാറ്റി വെക്കാം. അങ്ങോട്ട് കോരി കോരി. ഇവര് വാഴ വെട്ടാൻ പോയി, അല്ല വാഴയില വെട്ടാൻ പോയ സമയത്ത് നമ്മുടെ കാടയാണ് നല്ലോണം മുരിഞ്ഞ് കറുമുറയായി കേട്ടോ. അതെ അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കറുമുറയാണ് എനിക്ക് വലിയ താല്പര്യമില്ലല്ലേ? എനിക്ക് ബാക്കി എടുക്കൂ. ഓ കൊള്ളാം, അടിപൊളി സാധനം. ഓ അടുത്ത സെറ്റ് കാളെ നമ്മളങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കം അങ്ങോട്ട്. അപ്പോൾ എണ്ണ കണ്ടാലും പേടിക്കണ്ട, പുതിയ എണ്ണ ആയിരുന്നു. നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ മസാലയാണ് ഇല്ല. അതെ അതെ, മസാലയാണ് ഇങ്ങനെ കിടക്കുന്നത്. അതെ അതെ. അടുത്ത മൂന്നാമത്തെ കാട, മൂന്നാമത്തെ മസാല സോഡ. കൈസപ്പ വേണ്ട കാടയൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങോട്ട് ഈ വട്ടം നമ്മൾ 4 കാട ഇറക്കി കൊടുക്കുന്നുണ്ട്. 4 കാട ഇറങ്ങണം കേട്ടോ. ആ തിള കണ്ടോ, തിള അടിപൊളി തിള കേട്ടോ. ആ ഇപ്പൊ ക്യാമറ അടിച്ചു പോയനും. അയ്യോ, ക്യാമറയ്ക്ക് എന്തിനു പറ്റിയ ദൈവമേ. ആ കുഴപ്പമില്ല. ഓക്കെ, ആണക്കുട്ടന്മാരെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നോക്കുവാണേ. ഒരു 2 മിനിറ്റ് കൂടെ നിൽക്കട്ടെ, കോരാറായി. ഓ ഇങ്ങോട്ട് നിങ്ങൾ തിളച്ചെണ്ണ വീഴല്. അപ്പം നമ്മുടെ കാടയെല്ലാം എന്താണ് നല്ല മൊരിഞ്ഞാൻ കൂടി ഇതാണ്. നോക്കി നിങ്ങൾ തന്നെ നോക്ക്, നല്ല മൊരിഞ്ഞ് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി അടുത്ത ബാച്ച് അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതെ, സുബിനെ പാത്രം കൊണ്ടുവരൂ. ആഹാ ആഹാ, ഇതങ്ങോട്ട് നല്ല തട്ടുകടയുടെ മണം വരുന്നുണ്ടല്ലേ? നമ്മൾ തട്ടുകടയുടെ സൈഡിൽ ബൈക്കിലൊക്കെ ഒരു മണം വരത്തില്ലേ? ആഹാ, കാടക്കോഴികൾ. അടുത്ത ബാച്ച് അങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. എൻ്റെ മോനെ അപ്പം നമ്മുടെ ലാസ്റ്റ് 3 കാടയും കൂടെ ആയിരുന്നു. അതെ, അതുകൂടെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തന്നെ കോരി ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇറക്ക് അങ്ങോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. എണ്ണ കണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ മസാല ഇറങ്ങിയത് കേട്ടോ. അല്ലാതെ മസാല ഇറങ്ങിയതാണ്. അതാണ് നമ്മൾ കരിയോല പോലെ ഇരിക്കുന്നത്. അതെ, ഇത്ര നല്ല നമ്മൾ പൈസ കൊടുത്താണ് നമ്മൾ മേടിച്ചത് എണ്ണ കേട്ടോ. അതെ, വെളിച്ചെണ്ണ കൊടുക്കത്ത വിലയാണ്. കോര്. ആ നല്ല ചൂടുണ്ട് കൈക്ക് കേട്ടോ. പൊക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ കാടയൊക്കെ നമ്മൾ വേണ്ട സെറ്റ് ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സവാളയൊക്കെ അരിയലടാ. നാരങ്ങ ഉണ്ടല്ലേ? പിഴിഞ്ഞങ്ങോട്ട് കൊടുത്തേന്ന്. നീരില്ല, അതിന് മൊത്തം നമ്മൾ അതിന്റെ കായാണുള്ളത്. ഗൈസ്, അപ്പോൾ ഈ സായാഹ്ന നേരത്ത് ഞങ്ങളിവിടെ കാടയെല്ലാം ഒരുക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. നിങ്ങൾ നോക്കൂ, ഈ ഒരു വ്യൂ നിങ്ങൾ നോക്കൂ, നല്ല സൂര്യൻ താഴുന്ന സമയം. അതെ, ഇവിടെ 2 വൈനറൊക്കെ അടിച്ചു വെച്ചേക്കുന്നു. കിളികൾ. അതെ, നല്ല ചെന്തെങ്ങിന്റെ തേങ്ങ കുലയിലാടുന്നു. അതെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നല്ല അടിപൊളി കാട ഫ്രൈ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. ഇത് നമ്മുടെ കാടയൊക്കെ വേണ്ടേ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. കഴിക്കാം. ഓക്കെ. ഗൈസ്, അപ്പോൾ അതേണ്ട നല്ല ഇതിലെ ഏറ്റവും മാംസമുള്ള കാട ഞാൻ പൊക്കി കേട്ടോ. കണ്ടേ, അതിൻ്റെ ആ ചെസ്റ്റ് പീസ് ഇങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ ഇതൊക്കെ ക്രിസ്പി അല്ലേ? 6 മുറ സെറ്റാണോ? ഉണ്ട്, അടിപൊളിയാണോ? ഇത് നാരങ്ങ പിഴിഞ്ഞോളൂ. സോറി കേട്ടോ, നാരങ്ങ നീര് പോകാം. നാരങ്ങ കുരു മാത്രമേ ഉള്ളൂ, നാരങ്ങയുടെ നീരില്ല. 2 തുള്ളി ഇവിടെ നിന്ന് പിഴിഞ്ഞേക്ക്. ഇത് കൊണ്ടോ. കടി ഇച്ചിരി പൊടി കൂടുതലായാലും കുഴപ്പമില്ല. കുറച്ച് ബ്രെഡ് അതിന് മുമ്പേ വയലിലോട്ട് പോകാം. എൻ്റെ വായി കൊതി വരും, വെള്ളം വരുന്നു എനിക്ക്. ചായയും കൂടെ പറയണ്ടായിരുന്നു. കൊള്ളാടാ, സൂപ്പർ അല്ലേ? ഗൈസ്, അപ്പോൾ ഞാനിവിടെ കഴിക്കട്ടെ. അടിപൊളി സാധനം കേട്ടോ, നല്ല വേണ്ടേ.
നല്ല മൊരിഞ്ഞ കാടക്കൂട്ടൻ ജസ്റ്റ് നമുക്ക് അടിക്കാം. നാരങ്ങ കഴിച്ചേ ഭയങ്കര രുചി കൊടുക്കാൻ. ഗൈസ് അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനമേ. ഗൈസ് അപ്പം ഒരു രക്ഷയില്ല, അടിപൊളി സാധനം കേട്ടോ. ഇനി ഇന്ന് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. കണ്ടേ എല്ലാം ക്ലീൻ ചെയ്തു കാണാൻ മൊത്തം. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂട് ബജ്ജി ഇല്ലേ, മുളക് ബജ്ജിക്ക് ചൂട് ബജ്ജിയോ? ഗൈസ് അപ്പം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനമാണേ. കാരണം നമ്മുടെ കാടക്കോഴിയുടെ നമ്മുടെ ലെഗ് പീസ് കേട്ടോ, കഷ്ടമുണ്ട് കൊച്ചു കാടി. കൊച്ചു കാലം എന്ന് പറഞ്ഞിട്ട് വെച്ച് അലക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കുകയും ചെയ്യാൻ സൂര്യൻ താഴുന്നതും കാണും. ചില ദിവസങ്ങളിൽ നല്ലതായിരിക്കും. സൂര്യൻ ചിലപ്പോൾ നേരത്തെ അസ്തമിക്കും, ചിലപ്പോൾ നേരത്തെ വരും. ചില ദിവസങ്ങൾ കുറച്ച് പ്രശ്നമായിരിക്കും, പക്ഷെ നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ ആരും ഇവിടുത്തെ പാടത്ത് കാക്ക ചെയ്ത് കിളികളെ ഓടിക്കാൻ വന്നവരുണ്ടായിരുന്നു. ഗൈസ് അപ്പം ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി സാധനമായിരുന്നു കേട്ടോ. കിടിലനായിരുന്നു, സൂപ്പറായിരുന്നു, ടെററായിരുന്നു. പക്കാവട ടേസ്റ്റ്, പക്കാവട ടേസ്റ്റ് അല്ലേ ഗൈസ്? അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി സാധനമായിരുന്നു കേട്ടോ. കാട ഫ്രൈ കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, കിടുക്ക സാധനമായിരുന്നു. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? വേറെ എന്താണെന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനായിരുന്നു. കിടിലായിരുന്നു. അവിടെ ഒരു പാട്ട് പാടാ, ഒരു പാട്ട് പാടാ, ഒരു നല്ലൊരു പാട്ട് പാടും, നല്ലൊരു നാടൻ പാട്ട്. കണ്ണമ്മ കണ്ണമ്മ കറിയുണ്ട്, കാക്കിറച്ചിയും കണ്ണമ്മീനും തമ്പ്രാഞ്ചോറ് ചിളച്ചു വരുമ്പോൾ കൈയിട്ടിളക്കടി കണ്ണമ്മ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.